നമസ്കാരം, വന്ദനം, നമോ, വാഗം. അനിരുദ്ധിൻ്റെ കദ്ര വുറോ 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 എന്ന് പറഞ്ഞ പാട്ട് കേട്ടപ്പോഴേ നാട്ടുകാർ മൊത്തം എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചതാണ്. ട്രെയിലർ കൂടെ വന്നപ്പോൾ നാട്ടുകാർ മൊത്തം പറഞ്ഞു, അതായത് ഇത് അറ്റ്ലീര കഞ്ഞിയിൽ പാറ്റ ഇടാനുള്ള പരിപാടിയാണത്. കാരണം അറ്റ്ലി ഇനി ഒരു 10-20 പടമെങ്കിലും ലഞ്ചം, ഏഴൈ, കുപ്പൈ, തങ്കച്ചിപ്പാസം ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതെല്ലാം കൂടെ ഒരു ഒറ്റ പടത്തിൽ അടിച്ചൊതുക്കി കൈ കൊടുത്തിരിക്കുന്ന ശങ്കർ എന്ന് പറഞ്ഞത്. ശങ്കർ മാറണം എന്നുള്ളതാണ് സിനിമ കണ്ട നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇന്ത്യൻ 2 ആണ്. സാധാരണ ശങ്കറിന്റെ പടങ്ങളിൽ വില്ലന്മാരെയെല്ലാം ചിത്രവധം ചെയ്ത് കൊല്ലുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഇന്ത്യൻ 2-ൽ അവിടെയുള്ള വന്നിരിക്കുന്ന, അതായത് സിനിമ കാണാനായിട്ട് ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്ന മാന്യരായിട്ടുള്ള, അഭിമാനികളായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള ഓഡിയൻസ് മൊത്തം ചിത്രവധത്തിന് ഇരയായി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ച തെറിയും വിളിച്ചുകൊണ്ടാണ് ഇവന്മാർ മുഴുവൻ തിയേറ്ററിലോട്ട് ഇറങ്ങിപ്പോയത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇനി ഇന്ത്യൻ 2 സഹിക്കാൻ വയ്യാന്നിട്ട് ഇന്ത്യൻ 3 കൂടെ വരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ശങ്കറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശങ്കറിൻ്റെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടിയായി ഇന്ത്യൻ 2 മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കമലഹാസൻ്റെ ദേഹം മൊത്തവും മൈദാമാവ് കുഴച്ചു വെച്ചേക്കാണെന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൈദാമാവ് ഒരു 10-20 പൊറോട്ട അടിക്കാനുള്ള മൈദാമാവെങ്കിലും കമലഹാസൻ്റെ ശരീരത്തിൽ കുഴച്ചടുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ഈ സിനിമ എടുത്തപ്പോൾ തന്നെ നാട്ടുകാർ മുഴുവൻ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതിൽ ലോജിക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യൻ 2 ഇറങ്ങിയത് 1996-ലാണ്. ഇപ്പം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2024-ലാണ്. ഈ കാലഘട്ടത്തിൽ ഈ താത്ത തിരിച്ചു വന്നിട്ട് എന്തിനു കാണിക്കാനാണെന്നാണ് നാട്ടുകാർ മൊത്തം ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം ശങ്കർ പറഞ്ഞത്, ചൈനയിൽ ലൂസിയ ഷുങ്ഷിയാം എന്ന് പറഞ്ഞ ഒരു കുങ്ഫു മാസ്റ്റർ ഉണ്ട്. ഇയാൾക്ക് ഇതൊന്നും വിടാറായില്ലേടേ എന്നുള്ളൊരു സംശയം ഒന്നേ തോന്നിയതാണ്. കാരണം ശങ്കറിൻ്റെ എല്ലാ സിനിമയിലും നോക്കിയാലും ഒരു കരാട്ടെ, കുങ്ഫു അടികൾ കാണാം. ശങ്കറിൻ്റേതായിട്ടുള്ള കുറേ മാസ്റ്റർ പീസുകൾ ശങ്കറിനുണ്ട്. ആദ്യമൊക്കെ നാട്ടുകാർക്ക് അത് കണ്ടുകൊണ്ടിരുന്നപ്പം നല്ല അത്ഭുതവും കൗതുകവും ഒക്കെ തോന്നിയിരുന്നു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ കാലത്ത്, അതായത് ബാഹുബലി 1, ബാഹുബലി 2 ഇറങ്ങിയ ശേഷം നമ്മുടെ ഇന്ത്യൻ സിനിമ വലിയൊരു ഷിഫ്റ്റിനാണ് സാക്ഷ്യം വഹിച്ചത്. കാരണം ബാഹുബലി 1-ഉം ബാഹുബലി 2 ഇറങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രാഫിക്സിൻ്റെ സ്റ്റൈല് മാറി, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സിനിമയുടെ ആസ്വാദന രീതി മാറി. എന്തിനു പറയുന്നു, പണ്ടൊക്കെ താരങ്ങളെ കണ്ടുകൊണ്ടാണ് നമ്മൾ തിയേറ്ററിൽ കയറിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഡയറക്ടർ ആരും നോക്കി തിയേറ്ററിൽ കയറുന്ന അവസ്ഥയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുമ്പോൾ ശങ്കർ വീണ്ടും പഴയ ഏഴൈ, കുപ്പൈ, തങ്കച്ചി പാസോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന നാട്ടുകാർ മൊത്തം കല്ല് പിറകി എറി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. ശങ്കറിന് ഇപ്പോഴും തുടങ്ങിയ സംഭവമല്ല. എൻ്റെ ഒരു വീക്ഷണ കോണത്തിൽ നോക്കുകയാണെങ്കിൽ ബാഹുബലി 1 ഇറങ്ങി, ബാഹുബലി 2 ഇറങ്ങി. അതുവരെ സൗത്ത് ഇന്ത്യയിൽ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ യാതൊരു എതിരാളികളും ഇല്ലാതെ വിരാജിക്കുകയായിരുന്നു. പക്ഷേ ബാഹുബലി 1, 2 ഇറങ്ങിയതിന് പിന്നാലെ രാജമൗലിയുടെ ആ റേഞ്ച് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇന്റർനാഷണൽ ലെവലിൽ ഉയർന്നുപോയി. ഇത് കണ്ട ശങ്കർ ഉടനെ തന്നെ ചാടി ഇറങ്ങി, എന്നാൽ നമുക്ക് എന്തിനും 2 എടുത്തു കളയെന്ന് പറഞ്ഞ് 2.0 എന്ന് പറഞ്ഞ ഒരു കഥയുമായിട്ട് രംഗത്തെത്തി. ആ സിനിമ രജനീകാന്തിൻ്റെ പടമായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും അത്രയും കളക്ഷൻ നേടി നിൽക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിലൊരു വസ്തുതയാണ്. അല്ലെങ്കിൽ ഇതുപോലൊരു അലവലാതി പടം എടുത്തു വച്ചതിന് ശങ്കറിൻ്റെ നാട്ടുകാർ ഓട്ടിച്ചിട്ടടിച്ചേനെ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം സയൻറ്റിഫിക് ടെമ്പറിൽ ചാലിച്ച് ഒരു പ്രേതകഥയാണ് 2.0 ശങ്കർ എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ആ സിനിമ കണ്ട എല്ലാവരും പറഞ്ഞൊരു സംഭവമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അത് കഴിഞ്ഞ് രാജമൗലിയെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശങ്കർ കൊണ്ടുവന്നതാണ് ഇന്ത്യൻ 2, ഇന്ത്യൻ 3 എന്ന് പറയുന്നത്. ആ സിനിമയുടെ ഗതിയാണെങ്കിൽ ഇപ്പോൾ അതോ ഗതിയായി. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന കമലഹാസൻ്റെ കാര്യം സേഫാണ്. കാരണം 2-3 യൂണിവേഴ്സുകളിലെങ്കിലും കമലഹാസൻ വലിഞ്ഞു കയറിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ LCU യൂണിവേഴ്സ്, അതിനകത്ത് കമലഹാസൻ വലിഞ്ഞു കയറിയുണ്ട്. ഇനി വിക്രം എന്ന് പറഞ്ഞൊരു സിനിമ, അതിൻ്റെ കമലഹാസൻ്റെ LCUയുടെ എൻഡ് ഗെയിം വരാനിരിക്കുന്നുണ്ട്. കമലഹാസന് വലിയ ഡാമേജ് ഒന്നും വരാനില്ല ഈ ഒരു പടം പൊട്ടിപ്പോയാലും. അത് കഴിഞ്ഞ് ഇപ്പോൾ കൽക്കി യൂണിവേഴ്സിലും കമലഹാസൻ വലിഞ്ഞു കയറിയിട്ടുണ്ട്. 20 കോടി രൂപയാണ് കമലഹാസൻ അതിൽ വില്ലനാവാൻ കൊടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ കൽക്കി സിനിമയിലും കമലഹാസൻ വലിയ കയറിയുണ്ട്. കമലഹാസന് വലിയ ഡാമേജും കാര്യങ്ങളും ഒന്നും വരാൻ പോകുന്നില്ല. ഡാമേജ് വന്നിരിക്കുന്ന മൊത്തം ശങ്കറിനാണ്. ഈ പടം കൊണ്ടുവന്നപ്പോഴേ നാട്ടുകാർ മുഴുവൻ ചോദിച്ചാണ് ഇതിനെന്തിനാണ് അനിരുദ്ധിനെ BGM ഇടാനും മ്യൂസിക് ഇടാനും എടുത്തതെന്ന്. അതിൻ്റെ കൃത്യമായിട്ടുള്ള അസ്വസ്ഥതകൾ ജനങ്ങൾ തിയേറ്ററിനകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ആ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. BGMൻ്റെ അത്രയ്ക്ക് കൂറ BGMവും പാട്ടയടിയും ടറ് ബുറ അടിയൊക്കെ കണ്ട് നാട്ടുകാർ മടുത്തിരിക്കുകയാണ്. അതൊക്കെ വീണ്ടും ശങ്കറിൻ്റെ പടത്തിൽ വീണ്ടും വരുമ്പോൾ സത്യം പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം തിയേറ്ററിൽ നിന്ന് ചിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മളെല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. ഇനി അടുത്തൊരു സംഭവം പറയുകയാണെങ്കിൽ ശങ്കറിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള സുജാതയുടെ മരണത്തിന് ശേഷമാണ് ശങ്കറിന് ഇത്തരത്തിലുള്ള ഡൗൺഫോൾ വന്നത് എന്നും പല ആൾക്കാരും പറയുന്നുണ്ട്. അതൊരു സത്യമാവാനുള്ള സാധ്യതയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. കാരണം AR മുരുകദോസിനും അത്തരത്തിലുള്ള ഡൗൺഫോൾ വന്നിരുന്നു. കാരണം ഇവരൊരു ടീമായിട്ടാണ് സകല സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. AR മുരുകദോസിൻ്റെ ഓഫീസ് പ്രവർത്തിക്കാൻ തന്നെ, അതായത് ഒരു സിനിമ AR മുരുകദോസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ AR മുരുകദോസിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്, അതായത് ചായ വരെ അവിടുത്തെ പ്രൊഡ്യൂസർ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് AR മുരുകദോസിൻ്റെ ഒരു ഡിമാൻഡ്
ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ 20 കോടിയോളം രൂപയാണ് ഒരു ഓഫീസ് പ്രവർത്തിക്കാൻ തന്നെ AR മുരുകദോസ് ഒരു സിനിമ കഴിയുമ്പോൾ മൊത്തത്തിൽ ഈടാക്കുന്നത്. കാരണം സ്ക്രിപ്റ്റ് എഴുതണം, ആ സ്ക്രിപ്റ്റ് എഴുതാനുള്ള മൂഡ് എത്തണമെങ്കിൽ നല്ല നല്ല ഹോട്ടൽസിൽ പോകണം, ഹോട്ടൽസിൽ പോയി ചില രാജ്യങ്ങൾ സന്ദർശിക്കണം, ലൊക്കേഷൻ നോക്കാൻ പോകണം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള പണിയുണ്ട്, ഇവർക്കൊരു വലിയ ടീമുണ്ട്. അങ്ങനെ ടീം AR മുരുകദാസിന് ഉണ്ടായത് ഒരു സമയമായപ്പോൾ പലരും പല വഴിക്ക് പിരിഞ്ഞുപോയി. അങ്ങനത്തെ ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകും. കാരണം AR മുരുകദോസ് തുടങ്ങുമ്പോൾ ഒരു ടീം ഉണ്ടായിരുന്നു. മുരുകദോസിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മുരുകദോസിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ ഇനി ഒറ്റയ്ക്ക് പടം എടുക്കാൻ പോകണം എന്ന് പറഞ്ഞ് അങ്ങ് പോകും. അതേ കാര്യം ലോകേഷ് കനകരാജിനെ സംഭവിച്ചിട്ടുണ്ട്. ലോകേഷ് കനകരാജിൻ്റെ ടീമിലുള്ള അസിസ്റ്റന്റ് ഡയറക്ടർമാർ പലരും ഇപ്പോൾ സ്വന്തമായിട്ട് പടമെടുക്കാൻ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു അഭാവമാണ് ലിയോയുടെ സെക്കൻഡ് ഹാഫിൽ കണ്ടത് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അതേ സംഭവം ശങ്കറിനെയും ബാധിച്ചിട്ടുണ്ട്. ശങ്കറിൻ്റെ റൈറ്ററായിട്ടുള്ള സുജാതയുടെ മരണത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഡൗൺഫോൾ വന്നതെന്ന് പറയുന്നു. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണോടെ, അതായത് ഈ 2014 ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു സ്റ്റൈല്, വേറൊരു രീതിയിൽ ഇന്ത്യയാണ്. ഈ ലഞ്ചം കുപ്പ എന്നൊക്കെ പറഞ്ഞ് 2014 ശേഷം ഓക്കെ, ഇപ്പോൾ ഇത് ഡിജിറ്റൽ യുഗമാണ്. ആ ഡിജിറ്റൽ യുഗത്തിൽ പല കാര്യങ്ങളും ഈസി ആയിട്ട് നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട്. കാരണം പണ്ട് ശങ്കർ ഇത് സിനിമയിൽ കാണിച്ചാൽ മാത്രമേ ജനങ്ങൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ഒരു അഴിമതി എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ വിരൽത്തുമ്പിലൂടെ മാത്രമേ കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് ഈ അഴിമതി കാണുമ്പോൾ ജനങ്ങൾക്കൊരു പുതുമയും തോന്നുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. പിന്നെ ശങ്കറിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. അതായത് ശങ്കർ കാണിക്കുന്നതെല്ലാം റിയൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് ശങ്കർ പല കാര്യങ്ങളും കാണിച്ചു കളയും. അതായത് ഇപ്പോൾ RRR സിനിമയിൽ ഫസ്റ്റ് ഒരു പാട്ടുണ്ട്, ഫ്രണ്ട്ഷിപ്പ് സോങ് എന്ന് പറഞ്ഞ്. ആ ഫ്രണ്ട്ഷിപ്പ് സോങ് തുടങ്ങുന്നത് തന്നെ റാം ചരണും ജൂനിയർ MTRും കൂടെ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ടാങ്ക്, പെട്രോൾ ടാങ്ക് ആണെന്നോ അതിൽ തീ കത്തുന്നു, വെള്ളത്തിൻ്റെ അടിയിലാണ്. എന്നിട്ട് ഇവർ അപ്പുറവും ഇപ്പുറവും നിന്ന് ഇങ്ങനെ ഓടി വരുന്ന ഒരു സീനാണുള്ളത്. ശങ്കറാണ് ഈ സീൻ എടുത്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ശങ്കർ ഇത് മൊത്തം ഒറിജിനലായിട്ട് റീക്രിയേറ്റ് ചെയ്തെടുത്താനെ, പ്രൊഡ്യൂസറിൻ്റെ അണ്ടം കീറിയനെ. അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് ശങ്കർ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഗ്രാഫിക്സിൻ്റെ ലെവലോ കാര്യങ്ങളോ എല്ലാം മാറിപ്പോയി. ഇപ്പോൾ ശങ്കർ വന്നിട്ട് ഒരു റോഡ് കാണുമ്പോൾ നമുക്കിവിടെ ഒരു പാട്ടെടുക്കണം അല്ലേ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റോഡ് മുട്ട സ്വർണ്ണം പൂശേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും നാട്ടുകാർ എക്സൈറ്റഡ് ആവൂല. കാരണം അതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൽക്കിയൊക്കെ കണ്ടില്ലേ, അതിലെ മഹാഭാരതമൊക്കെ കണ്ടില്ലേ, എന്തിനാണ് അവന്മാർ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ. അതിൻ്റെ ഇടയിൽ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഈ തമിഴ് പാസമാണ്. ഒരു യൂണിവേഴ്സൽ ടച്ച് വരണ്ടേ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ബാഹുബലി ആയിരുന്നാലും KGF ആയിരുന്നാലും RRR ആയിരുന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ കൽക്കി ആയിരുന്നാലും ആ സിനിമ കണ്ട ആരെങ്കിലും പറയൂ ഇത് തെലുങ്കൻ്റെ പടമാണ്, കന്നഡക്കാരൻ്റെ പടമാണെന്ന് പറയുമോ? പക്ഷേ തമിഴൻ്റെ പടം കണ്ടാൽ കൃത്യമായിട്ട് പറയും ഇത് തമിഴ് എടുത്തു വെച്ച പടമുണ്ട് എന്ന് പറയും. കാരണം അതിനകത്ത് കുറേ തമിഴ് പാസം, തങ്കച്ചി പാസം ഇതെല്ലാം കൂടെ അടിച്ചു കയറ്റി പണ്ടാരം ഉടക്കി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ തന്നെ വെറുപ്പിച്ച് അവസാനം കണ്ടു കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും തമിഴ്നാട് ഇന്ത്യയിലാണോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. അമ്മാതിരി തമിഴ് പാസവും തമിഴ് ദേശീയതയാണ് ഇതിനകത്തോട് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു യൂണിവേഴ്സൽ ടച്ച് നഷ്ടപ്പെടും. അങ്ങനെ യൂണിവേഴ്സൽ ടച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പടം തമിഴ്നാട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും. പിന്നെ നമ്മൾ മലയാളം ഉണ്ടായിരിക്കുന്നത് തമിഴ് ഭാഷയിൽ നിന്നാണല്ലോ. മണിപ്രവാളവും തമിഴൊക്കെ ലോപിച്ചും ഇങ്ങനെയൊക്കെ ആണല്ലോ മലയാളമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മലയാളിക്ക് ആ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് വിജയ് അണ്ണൻ്റെ പടം കേരളത്തിലും തമിഴ്നാട്ടിലും ഭയങ്കരമായിട്ട് ഓടുന്നത്. മറിച്ച് കർണാടകയിലും ആന്ധ്രയിലും പോയി കഴിഞ്ഞാൽ വലിയ ഓട്ടം അവിടെ ഇല്ലേ താനും. അത് ആ പടത്തിനൊരു യൂണിവേഴ്സൽ ടച്ച് വരാത്തത് കൊണ്ടാണ്. വിജയ് എന്ന് പറയുന്ന നടനെ ഉപയോഗിക്കാൻ അറിയാവുന്ന ഡയറക്ടർമാരില്ലാത്തത് കൊണ്ടാണ്. ഒരു യൂണിവേഴ്സൽ ടച്ചിൽ പടം എടുക്കാൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശങ്കർ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാവും എന്ന് ശങ്കർ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. പിന്നെ ഇതേ പാതയിൽ പോകുന്ന വേറൊരാളുണ്ട്. ആ ആളുടെ പേരാണ് അറ്റ്ലി കുമാർ. ശങ്കറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അറ്റ്ലിയുടെ പടം കണ്ട ശങ്കറിൻ്റെ പടം കണ്ട മാതിരിയാണ് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. കുറേ നാൾ അറ്റ്ലി ഇതുപോലെ വിജയ് അണ്ണനെ വെച്ച് പണ്ണി അണ്ണനിക്ക് ഞാൻ താണ്ടാ പണ്ണുവേ, ഇപ്പടി താണ്ടാ പണ്ണുവേ, നീ ആറാ ചോദിക്കുകയെന്ന് പറഞ്ഞ് പണ്ണി അണ്ണനെ ഒരു പരുവത്തിലാക്കി. അവസാനം അണ്ണ സിനിമയെ വിട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞ് അണ്ണ ഒരു വഴിക്ക് പോയി. അതിനുശേഷം അണ്ണൻ പണ്ണാൻ പോയത് നേരെ ഷാരൂഖ് ഖാനെ വെച്ചാണ്. പിന്നെ അവിടെ ഇത് പണ്ണാൻ പോയപ്പോൾ ഒരു ഗുണമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഈ ലഞ്ചം, അഴിമതി, കുപ്പ, കോഴ എന്ന് പറഞ്ഞുള്ള സാധനമൊക്കെ അവിടെ ഒരു പുതുമയാണ് അവർക്ക്. ആദ്യത്തെ വട്ടം മാത്രമേ പുതുമയായിരിക്കുള്ളൂ. ഇനി ഇതേ പുതുമയും കൊണ്ട് ഇതേ സബ്ജക്റ്റ് തന്നെ നമുക്ക് ഋത്തിക് റോഷനെ വെച്ചോ സൽമാൻ ഖാനെ വെച്ചോ എടുത്താലോ എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ലു അർജുനെ വെച്ച് തിരിച്ചെടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അറ്റ്ലിയുടെ ശമ്പളം കേട്ട് കണ്ണ് തള്ളി അല്ലു അർജുൻ പറഞ്ഞു വേണ്ട മോനെ, ഞാൻ പുഷ്പ 2 പുഷ്പ 3 ഒക്കെ ചെയ്ത് ജീവിച്ചോളാം, നീ ഒരു കാര്യം ചെയ്യും, നീ വല്ല ഷാരൂഖ് ഖാനെ സൽമാൻ ഖാനെ വെച്ച് പടം ഇടന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും തിരിച്ചു പോയി സൽമാൻ ഖാനുമായിട്ട് ഇപ്പോൾ അണ്ണ കുറച്ച് തങ്കച്ചിപ്പാസം കലക്കി എടുക്കട്ടെ, കോരി തരട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇതേ തങ്കച്ചിപ്പാസോ ഇതും കൊണ്ടാണ് വീണ്ടും അറ്റ്ലി അവിടെ പോകുന്നതെങ്കിൽ ആഴ്ച അലവ് തിരിക്കും ഹിന്ദിക്കാരന്മാർ എന്നുള്ള കാര്യത്തിന് വലിയ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് തമിഴ് സിനിമ ശങ്കർ ഏറ്റവും വലിയ ഡയറക്ടറായിരുന്നു. ശങ്കർക്ക് ആ ലെവലിൽ നിൽക്കണമെങ്കിൽ ശങ്കർ മാറണം. അല്ലാതെ രാജമൗലി വളർന്നു പോകുന്നു, നാഗശ്വൻ വളർന്നു പോകുന്നു, പ്രശാന്ത് നീൽ വളർന്നു പോകുന്നു എന്നുള്ളത് കണ്ട് എങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരു അന്യൻ 2 എടുക്കാം, അല്ലെങ്കിൽ ഒരു ജീൻസ് 2 എടുത്താലോ, അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് സിനിമ ഉണ്ടല്ലോ കാതലൻ, ആ കാതലൻ 2 എടുക്കാം എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ
നാട്ടുകാർ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോകും. ശരി.